കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. രാഹുലിനെ ഇത്തവണ അമേഠിയിൽ നിന്ന് ലോക്സഭ കാണിക്കില്ല എന്നും ബി.ജെ.പി. ജയിക്കുമെന്ന് സ്മൃതി ഇറാനി തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഓടിപ്പോയെന്നും വയനാട്ടിലെ വോട്ടർമാരും അമേഠിയിൽ രാഹുൽ ചെയ്ത കാര്യങ്ങൾ പഠിക്കണമെന്നും സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു. എന്നാൽ സ്മൃതി ഇറാനിയുടെ സ്ഥാനാർത്ഥിത്വം ആശങ്കയിലായിരിക്കുകയാണിപ്പോൾ. അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ കളവാണെന്നാണ് ആരോപണം. വിശദമായ പരാതി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം മാത്രമല്ല സ്മൃതി ഇറാനി ചെയ്തിരിക്കുന്നത് എന്നും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തടവ് ലഭിക്കുന്ന കുറ്റമാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. സ്മൃതി ഇറാനിക്കെതിരെ ശക്തമായ നടപടി അതിവേഗം എടുക്കണമെന്ന് കോൺഗ്രസ് പരാതിയിൽ ആവശ്യപ്പെട്ടു. വ്യാജ വിവരങ്ങളാണ് സ്മൃതി സമർപ്പിച്ചിരിക്കുന്നത്. മത്സരിച്ച ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ വിവരങ്ങളാണ് നൽകിയതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. വ്യാഴാഴ്ചയാണ് അമേഠിയിൽ സ്മൃതി ഇറാനി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്കൂൾ പഠനം വരെയുള്ള കാര്യങ്ങളാണ് പത്രികയിൽ കൃത്യമായിട്ടുള്ളത്. ശേഷമുള്ള പഠന കാര്യങ്ങളിൽ സ്മൃതി പലപ്പോഴും പല കാര്യങ്ങളാണ് പറയുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സ്കൂൾ പഠനശേഷം ദില്ലി സർവകലാശാലയിലെ ഓപ്പൺ സ്കൂളിലെ ബികോം ഡിഗ്രിക്ക് ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കിയില്ല എന്നാണ് അമേഠിയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലുള്ളത്. എന്നാൽ നേരത്തെ സമർപ്പിച്ച പത്രികകളിൽ ഇങ്ങനെയല്ല സ്മൃതി വിശദീകരിച്ചതെന്ന് കോൺഗ്രസ് പറയുന്നു. 2004, 2011, 2014, 2017 വർഷങ്ങളിലെ ലോക്സഭ രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്മൃതി ഇറാനി മത്സരിച്ചിരുന്നു. ഓരോ തിരഞ്ഞെടുപ്പിലും സ്മൃതി ഇറാനി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് കോൺഗ്രസിന്റെ പരാതി. 2004 മത്സരിക്കുമ്പോൾ സ്മൃതി പറഞ്ഞത് തനിക്ക് BA ബിരുദമുണ്ട് എന്നായിരുന്നു. 1996 ദില്ലി സർവകലാശാലയിൽ നിന്ന് വിദൂര വിദ്യാഭ്യാസം വഴിയാണ് ബിരുദം നേടിയതെന്നും സ്മൃതി പറയുന്നു. എന്നാൽ പിന്നീട് മാറ്റി പറഞ്ഞു. 2011 സ്മൃതി രാജ്യസഭയിലേക്ക് മത്സരിച്ചത് ഗുജറാത്തിൽ നിന്നാണ്. അന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് ബികോം പാർട്ടി 1 ബിരുദമുണ്ട് എന്നാണ്. 1994 ദില്ലി സർവകലാശാലയിൽ നിന്ന് സ്കൂൾ ഓഫ് കറസ്പോണ്ടൻസ് വഴി ബിരുദം നേടിയെന്നും പറയുന്നു. 2014 അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി മത്സരിച്ചിരുന്നു. ബികോം പാർട്ട് 1 ദില്ലി സർവകലാശാലയിൽ നിന്ന് സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗ് വഴി പഠിച്ചുവെന്നാണ് അന്ന് പറഞ്ഞത്. ഓരോ തവണ മത്സരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് കോൺഗ്രസ് പരാതിയിൽ ബോധിപ്പിച്ചു. ജനാധിപത്യ നിയമത്തിലെ 125A 33 വകുപ്പുകളുടെ ലംഘനമാണ് സ്മൃതി ഇറാനി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 6 മാസം തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും കോൺഗ്രസ് പരാതിയിൽ പറയുന്നു. സ്മൃതി ഇറാനി ചട്ടം ലംഘിച്ചുവെന്ന് വിശദീകരിക്കവേ കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി അവരെ പരിഹസിച്ച് പാരഡി ഗാനം ആലപിച്ചു. അവർ നല്ല സീരിയൽ നടിയാണെന്നും പ്രിയങ്ക പറഞ്ഞു. സ്മൃതി ഇറാനിക്ക് ബിരുദമില്ലാത്തതല്ല കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അവർ തെറ്റായ രേഖകൾ കാണിച്ച് കോടതിയെയും ജനങ്ങളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പറ്റിച്ചു എന്നതാണ്. സ്മൃതിക്ക് ജനങ്ങൾ ശക്തമായ മറുപടി നൽകുമെന്നും പ്രിയങ്ക ചതുർവേദി പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.